നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും ദുആകളുമൊക്കെ നിങ്ങൾ കൊടുക്കുന്നത് എന്തിനാണെന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം വളരെ ഗൗരവത്തോടെയുള്ള ചോദ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ മൂന്നിലൊരു ഭാഗവും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ ഒരു കാര്യം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗവും അള്ളാഹു ചെലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ ആകത്തുകയാണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ മൂന്നിലൊരു ഭാഗം പാരായണം ചെയ്തതുപോലെ മഹത്വമേറിയ ഒരു അധ്യായമായി അത് മാറാനുള്ള കാരണം എന്താണെന്നോ, അതിൽ ഈ വിഷയമാണ് വ്യക്തമായി അള്ളാഹു ഉൾക്കൊള്ളിച്ചത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവസാനിപ്പിച്ച വാചകം ഏറെ വാചാലമാണ്. കാര്യങ്ങൾ അവന് ഈക്വലായി ഒരാളും തന്നെയില്ല. റബ്ബിനെ പോലെ കാണുന്നവരില്ല, റബ്ബിനെ പോലെ എല്ലാം കേൾക്കുന്നവരില്ല, എല്ലാം അറിയുന്നവരില്ല, എല്ലാം കഴിയുന്നവരില്ല. ഞാൻ എവിടെ വെച്ച് എൻ്റെ കാര്യങ്ങൾ ഏതു ഭാഷയിൽ എപ്പോൾ എൻ്റെ ആരെയാണോ വിളിച്ചു തേടേണ്ടത് ആ റബ്ബിനെ വിളിച്ചു തേടിയാൽ എൻ്റെ റബ്ബത് തൽക്ഷണം കേൾക്കും, എനിക്ക് ഉത്തരം ചെയ്യാൻ എൻ്റെ റബ്ബിന് കഴിയും എന്ന അടിയുറച്ച വിശ്വാസത്തോടു കൂടെയാണ് റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അതല്ലെങ്കിൽ റബ്ബി എൻ്റെ രക്ഷിതാവേ എന്ന് ഞാനും നിങ്ങളുമൊക്കെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നത്. അതേ സ്ഥാനത്ത് അല്ലാഹുവേ എന്ന് നിങ്ങൾ വിളിക്കുമ്പോഴുള്ള അതേ വിശ്വാസം ഏതെങ്കിലും ഒരു സൃഷ്ടിയെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായാൽ, അത് നബിയാണെങ്കിലും വലിയാണെങ്കിലും മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും വൃക്ഷമാണെങ്കിലും കല്ലാണെങ്കിലും ഏതോ ആകട്ടെ, അല്ലാഹുവേ എന്ന് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ റബ്ബ് എൻ്റെ വിളി കേൾക്കുന്നു. അതേപോലെ എല്ലാം കേൾക്കുന്ന വേറെയും ശക്തിയുണ്ട്, എല്ലാം കാണുന്നവരുണ്ട്, എല്ലാം അറിയുന്നവരുണ്ട്, എല്ലാത്തിനും കഴിയുന്നവരുമുണ്ട്. അല്ലാഹ് അതിനൊക്കെ അവർക്കങ്ങ് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഇത് റഹ്മാനായ റബ്ബെന്നെ പഠിപ്പിച്ചിട്ടുള്ള തൗഹീദിൽ മായം ചേർക്കലാണ്. ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കായ്മയാണ്. ബദർ ഉണ്ടാകാൻ കാരണം ബദരീങ്ങൾ പടവെട്ടിയത് ഈ മാസത്തിലാണ്. അവർ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി പടവെട്ടിയതല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച മുത്ത മുസ്തഫായുടെ ആ വിശ്വാസത്തെ എതിർക്കുന്നവരായിരുന്നു അപ്പുറത്തുള്ള ആളുകൾ. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി തന്നെ ആ നിലക്കുള്ള ഒരു ആദർശ പോരാട്ടത്തിൻ്റെ വീരസ്മരണകളാണ് ബദർ 17 അഥവാ റമദാനിലെ ഒരു 17 നടന്ന ആ ശക്തമായ പോരാട്ടം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ സൂചന കൊണ്ട് മതിയാക്കുന്നു. ആ പോരാട്ടം പോലും നടന്നത് ഈ ആദർശത്തിൻ്റെ തെളിമ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണെങ്കിൽ, എത്രയോ വർഷങ്ങളായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പലവിധത്തിലുള്ള ഖത്മുകളും തീർത്തിട്ടും എനിക്കും നിങ്ങൾക്കും ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ വിശ്വാസധാരയിലേക്ക് നമ്മുടെ മനസ്സുകൾ അടുത്തിട്ടില്ലെങ്കിൽ തകരാറുകൾ നമ്മുടേതല്ലയോ, തകരാറുകൾ നമുക്കല്ലയോ ബാധിച്ചത്. അതുകൊണ്ട് മുൻവിധിയില്ലാതെ ഈ ഗ്രന്ഥം പഠിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം, ഞാനും തയ്യാറാകണം. അപ്പോൾ സ്വച്ഛമായ ശുദ്ധമായ ഒരു വിശ്വാസധാരയിലേക്ക് എത്തിപ്പെടാനും ആ വിശ്വാസധാരക്ക് വിരുദ്ധമായി വരുന്ന ശിർക്കിൻ്റെ മുഴുവൻ കണികകളിൽ നിന്നും രക്ഷ നേടുവാനും നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ വിളിക്കുന്നത് എങ്ങോട്ടാണ്? വിശ്വാസ വിശുദ്ധിയുടെ കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. വിശ്വാസരംഗത്തുള്ള വിശുദ്ധി നേടൂ ജനങ്ങളെ. അതിന് നിങ്ങളുടെ മുമ്പിലുള്ള വഴി എന്നെ മാത്രം ആരാധിക്കലാണ്. കാരണം ഞാനേ സൃഷ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ പറാലോകത്ത് സൃഷ്ടാക്കളുണ്ടോ? വല്ലതിനെയും വല്ലവരും പടച്ചതുണ്ടോ? ഒരു പുൽക്കൊടിയെങ്കിലും ലോകത്ത് ആരെങ്കിലും പടച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ എല്ലാവർക്കും തലകുലുക്കി ഇല്ല എന്നല്ലാതെ ഒന്നും പറയാനില്ല. എങ്കിൽ അല്ലാഹു അത് വെച്ചുകൊണ്ട് തന്നെയാ പറയുന്നത്. എങ്കിൽ ആ സൃഷ്ടാവല്ലെങ്കിൽ ബാക്കിയൊക്കെ സൃഷ്ടികളല്ലേ? അപ്പൊ സൃഷ്ടികളുടെ മുഴുവൻ പ്രാർത്ഥനകളും ഉയരേണ്ടത് സൃഷ്ടാവിലേക്ക് മാത്രമാണ്.
ഇതാണ് ലോകത്ത് വന്ന നബിമാര് മുഴുവനും ലോകത്തോട് പഠിപ്പിച്ചത്. ഇതിൽ വർഗീയതയുടെ പരാമർശങ്ങളില്ല, ഇതിൽ ഗ്രൂപ്പിസത്തിന്റെ കാര്യങ്ങളില്ല, ഇതിൽ കക്ഷിതർക്കങ്ങൾക്ക് ഇടമില്ല. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പറയുന്നത്. സ്രഷ്ടാവ് ആരോ അവനെ മാത്രം ആരാധിക്കുക. മറ്റുള്ളവരൊക്കെ സൃഷ്ടികളാണ്. സൃഷ്ടികളിൽ പല തരക്കാരുമുണ്ടാകും. അവർക്കൊക്കെ അല്ലാഹു പല പദവികളും കൊടുത്തിട്ടുണ്ടാകും. ആ പദവികളെ നമ്മൾ മാനിക്കണം, അതിനനുസരിച്ച് അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷേ ആദരവുകൾ അതിരുകവിഞ്ഞ് ആരാധനയുടെ ഭാഗത്തേക്ക് എത്താനേ പാടില്ല. ഈ വിശ്വാസ വിശുദ്ധിയാണ് നേടിയെടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് യാ അയ്യുഹന്നാസ്, മനുഷ്യരേ എന്ന വിളിയാളത്തിലൂടെ ഖുർആൻ ഒന്നാമതായി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഖുർആനിന് പറയാനുള്ളത്, വിശ്വാസം, നിങ്ങൾ ആ വിശ്വാസത്തിന്റെ അടിത്തറയിലായിരിക്കണം നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവനും. ഇനി നിങ്ങളുടെ കർമ്മവിശുദ്ധിയിലേക്കാണ് അള്ളാഹ് വിളിക്കുന്നത്. റഹ്മാനായ റബ്ബ് വിളിക്കുകയാണ് കർമ്മങ്ങൾ ശുദ്ധിയാക്കാൻ. എങ്ങനെയാ കർമ്മങ്ങൾ ശുദ്ധിയാക്കേണ്ടത്? ഞാനും നിങ്ങളും നിസ്കരിക്കുന്നു, ഇതാ റമദാനിൽ നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് നിർവഹിക്കുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, ഖുർആൻ പാരായണം നടത്തുന്നു, മറ്റു നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുന്നു, പലവിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നു. എല്ലാം നമുക്ക് ലക്ഷ്യം നന്നായില്ലെങ്കിൽ ഒരു പ്രയോജനവും അള്ളാഹുവിൻ്റെ അടുക്കൽ കിട്ടൂല. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയുന്നു, നിങ്ങൾക്ക് ഈമാനാണ് ഒന്നാമതായി വേണ്ടത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് വഹ്തിസാബാ, പ്രതിഫലം കിട്ടണം എന്ന മോഹമാണ് വേണ്ടത്. എവിടെ നിന്നാ പ്രതിഫലം? പരലോകത്ത്. അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യണം. പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല, നേതാവാകാനല്ല, ആരുടെയും മുമ്പിൽ എനിക്ക് എൻ്റെ പേരുകൾ നിലനിൽക്കണം എന്ന നിലക്കല്ല. മറിച്ച് അതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ദുന്യാവിൽ കിട്ടിയേക്കും. അതൊക്കെ ഈ ദുന്യാവിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഇസ്രായിലൂടെ, ആര് ദുന്യാവിലേതായ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശിക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്ന അത്ര അളവിൽ അതൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷേ സുമ്മ ജഅൽനാഹാ ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, പിന്നീട് അവൻ കത്തിയാളുന്ന നരകത്തിയിലേക്കാണ് വലിച്ചെറിയപ്പെടുന്നത്. ഇപ്പൊ ദുന്യാവിന് വേണ്ടി കർമ്മം ചെയ്താൽ ദുന്യാവിൽ ചിലതൊക്കെ കിട്ടും, പക്ഷെ ആഖിറത്തിൽ സീറോ ആയിരിക്കും. നേരെ മറിച്ച് എന്ത് ചെയ്യണം? വമൻ അറാദൽ ആഖിറ, ആര് പരലോകത്തെ ഉദ്ദേശിക്കുന്നുവോ, പരലോകത്തെയാണ് ഉദ്ദേശിക്കേണ്ടത്. പരലോകത്തെ ഉദ്ദേശിക്കണം, അതിനു വേണ്ട അധ്വാനങ്ങൾ അധ്വാനിക്കണം. വസഅലഹാ സഅയഹാ, അതിനു വേണ്ട അധ്വാനം അധ്വാനിക്കുകയും ചെയ്താൽ വഹുവ മുഅ്മിനുൻ, അതാണ് കണ്ടീഷൻ, അവൻ ഈമാനുള്ളവനായിരിക്കെ. ഈമാൻ ശരിയാക്കിയിട്ട് ആ ഈമാനിന്റെ ബേസിൽ കെട്ടിപ്പടുത്ത സൽക്കർമ്മങ്ങളുമായി പരലോക കോടതിയിൽ എത്തിപ്പെട്ടാൽ അവരുടെ പരിശ്രമങ്ങൾക്ക് മാത്രമേ അവിടെ വിലയുണ്ടാവുകയുള്ളൂ. ഇതാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ രണ്ടാമത്തെ ആഹ്വാനം എന്താണ്? നിങ്ങൾ കർമ്മങ്ങൾ ശുദ്ധമാക്കണം, പരലോകമാണ് പ്രധാനം. ആ ബോധമില്ലാതെ ദുന്യാവിന്റെ ലക്ഷ്യങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ദുന്യാവിൽ നിങ്ങൾക്ക് വല്ലതുമൊക്കെ കിട്ടിയേക്കും, പക്ഷേ ആഖിറത്തിൽ നരകം മാത്രമായിരിക്കും. വളരെ വിശദീകരണം അർഹിക്കുന്ന മേഖലയാണ്. ഞാൻ അടുത്ത പോയിന്റിലേക്ക് നീങ്ങുകയാണ്. സഹോദരങ്ങളെ, ഇനി വിശുദ്ധ ഖുർആൻ അടുത്തതായി വിളിക്കുന്നു അങ്ങോട്ട്. ഈ വിശ്വാസങ്ങൾ, അതേപോലെ തന്നെ ഇബാദത്തുകൾ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ധാർമ്മികമായ മേഖല ശുദ്ധമാകാനാണ്, മനുഷ്യനായി ജീവിക്കാനാണ് നിസ്കാരം. നിസ്കാരം തോന്നിവാസിയായി ജീവിക്കാതിരിക്കാനാണ്. നോമ്പ് നോൽക്കുന്നത് അതിനാണ്, ഹജ്ജിന് പോകുന്നത് അതിനാണ്, സക്കാത്ത് കൊടുക്കുന്നത് അതിനാണ്. ഈ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാനാണ്, മനുഷ്യനായി ജീവിക്കാനാണ്. ധാർമ്മികമായ മേഖലയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിന്റെ വിളിയാളം. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിയ റഹ്മാനായ റബ്ബ് സർവ തിന്മകൾക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന
അടിവേരെന്താണെന്ന് കണ്ടെത്തി. അത് കണ്ടെത്തിയിട്ട് അതിനെ വിരോധിക്കുകയാണ് ഇസ്ലാം ആദ്യം ചെയ്തത്. അതാണ് ഇന്നമൽ ഖംറു, മദ്യം എന്ന് പറയുന്ന മഹാവിപത്ത്. ലഹരിക്കെതിരെ അതിശക്തമായ നിലക്കുള്ള ആഹ്വാനമാണ് വിശുദ്ധ ഖുർആൻ നടത്തിയത്. പലരും ചോദിക്കും, ലഹരി കൊണ്ട് പല ഉപയോഗങ്ങളുമില്ലേ? തൽക്കാലം ചില ടെൻഷനൊക്കെ ഒന്ന് മാറുന്നില്ലേ? ഡിപ്പാർട്ട്മെന്റിന്, നമ്മുടെ കേരള ഗവൺമെന്റിന്, ഇന്ത്യ ഗവൺമെന്റിനൊക്കെ റവന്യൂ വരുന്നില്ലേ? ഒരുപാട് ചെത്ത് തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്നില്ലേ? ഒരുപാട് സെയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സെയിൽസ്മാൻ ആകാനും സെയിൽസ് ഗേളാകാനും, അങ്ങനെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വീട്ടിൽ തീപ്പുകയാനും ആ ഒരു ബിസിനസ് കാരണമാകുന്നില്ലേ? ശരിയാണ്, വിശുദ്ധ ഖുർആനും അതിനെ തള്ളിയിട്ടില്ല. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി, ലഹരിയെ സംബന്ധിച്ചും ചൂതാട്ടത്തെ സംബന്ധിച്ചുമൊക്കെ അവർ നിന്നോട് ചോദിക്കുകയാണ്. നബിയെ പറഞ്ഞു കൊടുക്കൂ, ഫീഹിമാ ഇസ്മുൻ കബീർ, അതിൽ വലിയ തോതിലുള്ള അപകടങ്ങളാണുള്ളത്, അതിൽ വലിയ തോതിലുള്ള തെറ്റുകളാണുള്ളത്. അതേ അവസരത്തിൽ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ചില്ലറ ചില ഉപകാരങ്ങളും അതിലുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല, ശരി തന്നെയാണ്. പക്ഷേ അടുത്ത പോയിന്റിലേക്ക് ഇസ്ലാം കടന്നു. വഇസ്മുഹുമാ, എന്നാൽ അതിനുകൊണ്ട് കിട്ടുന്ന ഉപകാരങ്ങളെക്കാൾ അതുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന ഉപദ്രവങ്ങളും കുറ്റങ്ങളുമാണ് അക്ബറു മിൻ നഫ്ഇഹിമാ, ഭീതിജനകമായ തോതിൽ അതിൻ്റെ റേഞ്ച് വളരെ വലുതാണ്. ഉപകാരത്തെക്കാൾ അതിൻ്റെ ഉപദ്രവം 1000 മടങ്ങാണ് ജനങ്ങളെ. അതുകൊണ്ട് അത്തരത്തിലുള്ള പൈശാചികമായ പ്രവർത്തനങ്ങൾ കാരണത്താൽ മാനവ സമൂഹം ഇവിടെ തകരാറിലാവുകയാണ്, ശത്രുത വളരുകയാണ്, കുഴപ്പങ്ങൾ വർദ്ധിക്കുകയാണ്. ആരാധിച്ച് മനുഷ്യൻ മനുഷ്യനായി മാറി നല്ല ഒരു ജീവിയായി മുന്നോട്ട് പോകുന്ന അവസ്ഥക്ക് പകരം മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച ഒരവസ്ഥയിലേക്ക് അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നതാണ് മദ്യവും മറ്റു കാര്യങ്ങളും. അതുകൊണ്ട് ഫഹല്ലൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലയോ? ഖുർആന്റെ വിളിയാളം, ആ വിളിയാളം ഇങ്ങനെ മദീനയുടെ തെരുവുകളിലൂടെ മുഴങ്ങി കേൾക്കുകയാണ്. ആ സമയത്ത് പല സഹാബിമാരും ചുണ്ടോടടിപ്പിച്ച മദ്യത്തിന്റെ ചഷകങ്ങളുണ്ട്, കോപ്പകളുണ്ട്, ശേഖരിച്ചു വെച്ച പാത്രങ്ങളുണ്ട്, കന്നാസുകളുണ്ട്. അത് മുഴുവനും അങ്ങ് തല്ലി തകർക്കുകയാണ്. മദീനയുടെ തെരുവീതികളിലൂടെ മദ്യത്തിന്റെ പുഴയൊഴുകി എന്നുള്ളത് ഭംഗിവാക്കല്ല, അത് ചരിത്രം രേഖപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ്. അവിടെ മറ്റു കാര്യങ്ങൾക്ക് പിന്നെ ചിന്തയില്ല. റഹ്മാനായ റബ്ബിന്റെ വിളിയാളമാണ്. റബ്ബാണ് പറയുന്നത്, ജനങ്ങളെ ഇതിൽ ഉപദ്രവമാണ് കൂടുതലുള്ളത്, ഉപകാരമല്ല, അവസാനിപ്പിച്ചോളൂ, അതാണ് നിങ്ങൾക്ക് സുരക്ഷ. അവരവസാനിപ്പിച്ചു. ഇൻതഹൈന, ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം അതാ മദ്യത്തിന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും അവര് മുക്തരായി. ഇന്നിന്റെ ലോകം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ടോ? എന്തേ അള്ള പറഞ്ഞില്ലേ ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ദൂഷ്യങ്ങൾ എത്രത്തോളമാണ്? എന്തേ ഏതൊരു തെറ്റുകൾ എടുത്തു നോക്കൂ, ലഹരിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ലഹരി കച്ചവടക്കാരുണ്ട്, മാഫിയകളുണ്ട്, അതിൻ്റെതായ കരിയർമാരുണ്ട്, അതെത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. മാതാപിതാക്കൾ കുടുംബസമേതം ഒന്നിച്ചിരുന്ന് MDMA അനുഭവിക്കുന്നവരുണ്ടെന്ന്. മയക്കുമരുന്നിൻ്റെതായ ലോകത്ത് നിന്ന് എങ്ങനെയോ ഒരു കുതിരത്തുകൊണ്ട് രക്ഷപ്പെട്ട് മീഡിയകൾക്ക് മുമ്പിൽ മനസ്സ് തുറന്ന ഓ ചെറുപ്പക്കാരെ, നിങ്ങളെപ്പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ എത്രയോ കാലമായി സിന്തറ്റിക് ലഹരിയുടെ ലോകത്ത് തിമർത്താടി ജീവിച്ചിട്ടുള്ള ഒരു പയ്യൻ മീഡിയകളോട് പറഞ്ഞ വാർത്തകൾ കേട്ടാൽ ആർക്കാണ് ഞെട്ടിത്തെറിക്കാതിരിക്കാൻ സാധിക്കുക? ആ മോൻ പറയുന്നത് എന്താണെന്നോ, അവരതിൻ്റെ വിൽപ്പനക്കാരനായിരുന്നു, അവനത് ഉപയോഗിക്കുന്നയാളായിരുന്നു. അത് കഴിച്ചാൽ പിന്നെ മണിക്കൂറുകളോളം മനുഷ്യൻ നിന്ന് തുള്ളുകയാണ്, അവന് ഉറക്കം വരില്ല, വല്ലാത്തൊരു വീര്യമാണ് അവന് വരുന്നത്. അതേപോലെ തന്നെ അവന്റെ മുമ്പിൽ പിന്നെ ബാപ്പയല്ല, ഉമ്മയല്ല, ഉമ്മയും അവന്റെ കാമം തീർക്കുവാനുള്ള ഭോഗവസ്തുവാണ്. ഈ അടുത്തല്ലേ നമ്മുടെ മലയാളക്കര സാക്ഷ്യമായത്?
ഒരു ഉമ്മയതാ മീഡിയകളെ വിളിച്ചു വരുത്തിയിട്ട് മീഡിയകളുടെ മുമ്പിൽ ഒരു ഉമ്മ പൊട്ടിക്കരയുകയാണ്. മുഖം മറച്ച ഒരു ഉമ്മ. ആ ഉമ്മയാരാണെന്ന് കാണാതിരിക്കാൻ, എന്നാൽ അവർക്ക് തൻ്റെ മോനെ കുറിച്ച് പറയാതിരിക്കാനും വയ്യ. മീഡിയകളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സഹോദരി പങ്കുവെച്ചതെന്താ? എൻ്റെ മോൻ എൻ്റെ വീട്ടിലേക്ക് രാത്രി കയറി വരുമ്പോൾ ഞാൻ പൂച്ചയെപ്പോലെ പേടിച്ചെൻ്റെ റൂമിലേക്ക് ഒതുങ്ങാറാണ് പതിവുള്ളത്. വാതിൽ ലോക്ക് ചെയ്യാതെ എനിക്ക് കിടന്നുറങ്ങാൻ ധൈര്യം വരുന്നില്ല. എൻ്റെ മോൻ എൻ്റെ അടുത്ത് വരികയാണ്. ഉമ്മ എന്ന സ്നേഹത്തോടെ ഉമ്മ വയ്ക്കാനല്ല, അവൻ്റെ കാമം തീർക്കാനുള്ള ഭോഗവസ്തുവായി 10 മാസം അവനെ നൊന്തുപറ്റ ഉമ്മയെ ലൈംഗികമായ ആവശ്യത്തിന് വേണ്ടി പ്രാപിക്കുവാൻ വേണ്ടി ഉമ്മയെ സമീപിക്കുന്ന ബെഡ്റൂമിൽ ചെന്ന് ഉമ്മയെ സമീപിക്കാൻ വരുന്ന മോനാണ്. ഞാൻ എങ്ങനെ ഉറങ്ങാൻ എനിക്ക് സാധിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ മക്കൾ ഉമ്മമാർക്ക് തുണയല്ലേ. മറ്റുള്ളവരുടേതായ കാമനോട്ടങ്ങളില്ലെന്ന്, മറ്റുള്ളവരുടേതായ അക്രമങ്ങളില്ലെന്ന് ഒരു വീട്ടിൽ ആൺമക്കൾ ഉണ്ടെങ്കിൽ എന്തൊരു ധൈര്യമാണ് ഇന്നത്തെ ഉമ്മമാർക്ക്. പക്ഷേ ആ ധൈര്യത്തിന്റെ അവസ്ഥ പോലും നമ്മുടെ വീടുകളിൽ ആൺമക്കൾ ഉണ്ടെങ്കിൽ ഉമ്മമാര് പേടിക്കേണ്ടി വരുന്നു. എവിടേക്കാ ലോകത്തിന്റെ പോക്ക്? MDMA എന്ന് പറയുന്ന രാസലഹരി അടക്കമുള്ള സിന്തറ്റിക് ലഹരികളുടെ കുത്തൊഴുക്കാണ് നമ്മുടെ കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളാണ് ഇതിൻ്റെയൊക്കെ പലപ്പോഴും മുമ്പിലുള്ളത്. ഇന്നും നിങ്ങൾ വായിച്ചില്ലേ, നമ്മുടെ ഈ സമുദായത്തിലെ ഒരു മെമ്പർ, ഒരു മുസ്ലിം പേരുള്ള മാപ്പിള ചെറുക്കൻ, അയാളെ അതാ MDMAയുമായി പോലീസ് വളയുകയാണ്. പോലീസിന്റെ പിടുത്തത്തിൽ പെടാതിരിക്കാൻ എത്രയും പെട്ടെന്ന് അയാൾ തൻ്റെ കയ്യിൽ അയാൾ വിൽപ്പനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള 2 പാക്കറ്റ് MDMA അയാൾ പെട്ടെന്ന് അങ്ങ് വിഴുങ്ങുകയാണ്. വിഴുങ്ങി എന്ന് മാത്രമല്ല, പോലീസുകാർ കൊണ്ടുപോയി പരിശോധനയ്ക്ക് വേണ്ടി അയാളുടെ വയറ്റിൽ നിന്ന് സ്കാനിങ്ങിലൂടെ സാധനം കണ്ടെത്തി. അത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ഏർപ്പെടുമ്പോഴേക്ക് ബോധം പോയി ആ ചെറുപ്പക്കാരൻ മയ്യത്തായി മരിച്ചു വീഴുന്നു. ഓ ഉമ്മമാരെ, എന്തിനാ എവിടേക്കാണ് നമ്മുടെ സമൂഹം എത്തിപ്പെടുന്നത്? എത്രയെത്ര തട്ടമിട്ട പെൺകുട്ടികളാണ് ഇതിൻ്റെ കരിയർമാരായി പോകുന്നത്. എന്തേ നമ്മുടെ മക്കൾക്ക് സംഭവിച്ചത്? എന്തേ നമ്മുടെ സമുദായത്തിന് സംഭവിച്ചത്? പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ എന്ന് വിളിച്ചു പറഞ്ഞത് ഒരു പ്രത്യേക രാത്രിയിലോ ഒരു പകലിലോ അങ്ങ് പറഞ്ഞതല്ല. മറിച്ച് ആ വിളിച്ച് പറയുന്നതിൻ്റെ മുമ്പേ റബ്ബൊരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മാത്രമുള്ള ഒരു ഈമാനികമായ മാനസികമായ അവസ്ഥയും റബ്ബിനെ കുറിച്ചുള്ള പേടിയും പരലോകത്തെക്കുറിച്ചുള്ള ഭയവുമൊക്കെ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തോടാണ് അള്ളാഹ് നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരവസാനിപ്പിച്ചത്. ഇവിടെയാണ് നമ്മൾ പരിഹാരം കാണേണ്ടത്. എന്തേ പ്രശ്നം എന്ന് അന്തിച്ചർച്ചകളിലൂടെ ചാനലുകൾ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. പ്രശ്നങ്ങൾ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, പക്ഷേ പരിഹാരമുണ്ടോ? അതാണ് ഖുർആനിന് പറയാനുള്ളത്. അതേ ഒരു സമൂഹത്തെ അള്ളാഹു എങ്ങനെയാണോ പരിവർത്തിപ്പിച്ചത്, ഏകനായ റബ്ബിന്റെ മുമ്പിലേക്ക് മരണാനന്തരം പോയി നിൽക്കണമെന്നും വിചാരണയുണ്ടെന്നും ഈമാനികമായ നിലക്ക് താൻ ഉന്നതി പ്രാപിച്ചിട്ടില്ലെങ്കിൽ കത്തിയാളുന്ന നരകത്തിയിൽ വെന്തരിയേണ്ടി വരുമെന്നുമുള്ള ആ ഒരു മതരംഗത്തുള്ള മതബോധവും ആ ധാർമ്മികമായ പാഠവും നമ്മുടെ മക്കൾക്ക് കിട്ടാതെ പോകുന്നു. അതാണ് പരിഹാരം, അതാണ് പ്രശ്നം. എന്തേ നമ്മളെ മക്കൾ പഠിക്കുന്നുണ്ടോ? ചിന്തിക്കും ഉമ്മമാരെ, ഉപ്പമാരെ. ഇതുപോലെയുള്ള വേദികളിൽ ടീനേജുകാരി എത്ര വന്നിരിക്കുന്നുണ്ട്. എത്ര ടീനേജുകാരി കസേരകളിലുണ്ടാകും. നമ്മുടെ മക്കൾ ആലോചിക്ക്, കണക്കെടുക്ക്. എൻ്റെ വീട്ടിൽ എനിക്കെത്ര പ്രായം തികഞ്ഞ ടീനേജുകാരായ ആൺമക്കൾ എത്രയുണ്ട്, പെൺമക്കൾ എത്രയുണ്ട്. ഞാൻ നോട്ട് ബുക്കും ഖുർആനും പെൻസിലുമൊക്കെയായി എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഖുർആൻ ക്ലാസ്സുകളിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ ടീനേജുകാരിയായ മകള് കൂടെ വരുന്നുണ്ടോ? എൻ്റെ ടീനേജുകാരനായ മകൻ എൻ്റെ കൂടെ വരുന്നുണ്ടോ? പലപ്പോഴും അവർ നമ്മുടെ മുമ്പിൽ കള്ളം പറയുകയാണ്.
എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട് ഉമ്മ, എനിക്ക് ട്യൂഷൻ ഉണ്ട് ഉമ്മ, എനിക്ക് കമ്പ്യൂട്ടർ വർക്കുകൾ ഉണ്ട് ഉമ്മ, എനിക്കൊരുപാട് പ്രത്യേകമായ പോർഷനുകൾ പഠിച്ചു തീർക്കാനുണ്ട് ഉമ്മ. അതുകൊണ്ട് ഉമ്മ വയ്ക്കോ, ഞങ്ങളിവിടെ ഇരുന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞ് ആ സമ്മതവും വാങ്ങിയിട്ട് നിങ്ങളിവിടെ 1-1.5 മണിക്കൂർ ഗുരുവര്യന്റെ മുമ്പിലിരുന്ന് ഖുർആൻ കേൾക്കുമ്പോ നിങ്ങളുടെ മക്കൾ പഠിക്കാനെന്ന് പറഞ്ഞ് നിങ്ങളോട് സമയവും വാങ്ങിയിട്ട് അവർ നെറ്റിന്റെ ലോകത്ത്, സൈബറിന്റെ ലോകത്ത് അധാർമികതയുടെ ചെളിക്കുണ്ടിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. പിന്നെ നിങ്ങളെ കാണുമ്പോ നിങ്ങൾ ബാപ്പ, നിങ്ങൾ ഉമ്മ, നിങ്ങൾക്കൊക്കെ പ്രായമായി, നിങ്ങളെന്ത് പറഞ്ഞിട്ടെന്താ, ഉപദേശിക്കണോ അവർ നിന്നു തരും. അവരിങ്ങനെ ബുദ്ധൂസ് പോലെ മുമ്പിൽ വന്ന് നിന്നു തരും. ഉപദേശിക്കാൻ ബാപ്പ വിളിച്ചാലും അമ്മ വിളിച്ചാലും അവർ മൈൻഡാണ്. കാരണം അതിനൊക്കെ ട്രോളാൻ അവരിന്നൊരു പേര് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഉമ്മാടെ വിളിയുണ്ട്, പോയി നോക്കാം, ഉമ്മാക്കെന്തോ എന്ന് പറയാനുണ്ട്. ഉപ്പയുടെ വിളിയുണ്ട്, പോയി നോക്കാം, എന്തോ ഉപദേശിക്കാനുണ്ട്. ആ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞാൽ മോൻ ചോദിക്കും, മോള് ചോദിക്കും, ഉമ്മാനോടും ഉപ്പാനോടും നിങ്ങൾക്ക് ഇതല്ലാതെ ഒന്നും പറയാനില്ലേ? നിങ്ങളൊക്കെ ജീവിച്ച കാലമാണോ ഇത്? അതെ. എന്നിട്ടവരതിനെക്കുറിച്ച് ഉമ്മയും ബാപ്പയും കേൾക്കാതെ ഒരുപക്ഷെ കേൾപ്പിച്ചുകൊണ്ടും ഒരു കമന്റും പാസാക്കും. പാപ്പാക്ക് തന്ത വൈബാണ്, ഉമ്മാക്ക് തള്ള വൈബാണ്, അത് തള്ള വൈബാണ്, അത് തന്ത വൈബാണ്. ഈ രൂപത്തിലുള്ള ട്രോളാനുള്ള ചില വാചകങ്ങളും പഠിച്ചു വെച്ചിട്ട് തന്നെ ഉപദേശിക്കുന്ന പ്രിയപ്പെട്ട ബാപ്പയോട്, ഉമ്മയോട് അല്പം പോലും ഒരു സ്നേഹം കാണിക്കാത്ത, ആദരവ് കാണിക്കാത്ത മക്കളെ നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ വളർത്തിയുണ്ടാക്കിയിട്ട് നിങ്ങൾ മാത്രം ക്ലാസ്സുകൾക്ക് പോയിട്ടെന്താ ഉമ്മമാരെ? നിങ്ങൾ മാത്രം ഖുർആൻ പഠിക്കാൻ പോയിട്ടെന്ത് പ്രയോജനമുണ്ട് ഉപ്പമാരെ? കാരണം അള്ളാന്റെ കലാമോദിയിട്ട് അവരോടൊരു കാര്യം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മാത്രം അവരുടെ മനസ്സ് വിശാലമാകണ്ടേ? അവര് നിങ്ങളല്ലാനെ പഠിച്ചതുപോലെ അവര് പഠിച്ചിട്ടില്ലല്ലോ. റസൂലുള്ളാനെ അവര് പഠിച്ചിട്ടില്ലല്ലോ. പരലോക കോടതിയെ അവര് പഠിച്ചിട്ടില്ലല്ലോ. അവിടുത്തെ വിചാരണകൾ അവര് പഠിച്ചിട്ടില്ലല്ലോ. അള്ളാന്റെ കിതാബ് പരിചയപ്പെടുത്തുന്ന വിജ്ഞാനത്തിൻ്റെതായ ഒരു അറകളിലേക്കും അവർക്ക് പ്രവേശനം കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം പരിഹാരങ്ങളുടെ തുരുത്തുകളിലേക്ക്, പരിഹാരങ്ങളുടെ മേഖലകളിലേക്ക് ഓരോ രക്ഷിതാവിൻ്റെയും ശ്രദ്ധ തിരിയണേ എന്നാണ് ഈ വിശുദ്ധ റമദാനിൻ്റെ ഈ രാത്രിയിൽ എനിക്കെന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നമ്മുടെ സമൂഹം പലപ്പോഴും അതാ നമ്മുടെ നാട്ടിലൊക്കെ ആലോചിച്ചു നോക്ക്. നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ കാര്യമായി തുനിയുകയാണ്. എന്തിനെ? ഓരോ ജില്ലകളിലും നടപ്പിലാക്കാൻ നൈറ്റ് ലൈഫ് കൊണ്ടുവരികയാണ്. പല രാജ്യങ്ങളും പരീക്ഷിച്ച് പരാജയപ്പെട്ട് തെരുവുകളിൽ ആളുകൾ അങ്ങനെ MDMA-യും ലഹരി മരുന്നുകളുമൊക്കെ അടിച്ച് ഇങ്ങനെ പേക്കോലങ്ങളായി തെരുവുകളിൽ, ഫുട്പാത്തുകളിലും റോഡുകളിലുമൊക്കെ കുഴഞ്ഞു വീണ് കിടക്കുന്ന രംഗങ്ങൾ പല രാഷ്ട്രങ്ങളുടെയും അത്തരത്തിലുള്ള തെരുവുകൾ കണ്ടിട്ട് അത്തരം രാജ്യങ്ങൾ പോലും ധാർമ്മികതയുടെ മേഖലകളിലേക്ക് തിരിഞ്ഞു ചിന്തിക്കാൻ തുടങ്ങുന്ന നേരത്ത് നമ്മുടെ നാട്ടിലെ സർക്കാർ എന്ത് ചെയ്യുന്നു? തിരുവനന്തപുരത്ത് തുടക്കമിട്ടു. കോട്ടയം ജില്ലയിലേക്കും ഇനി മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും എന്ന് വേണ്ട സർവ്വ ജില്ലകളിലും നൈറ്റ് ലൈഫ് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എന്തെന്ത് രൂപത്തിലുള്ള വലിയ അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. നേരം വെളുക്കുവോളം സജീവമാകുന്ന തെരുവുകൾ അവിടെയെല്ലാം കിട്ടും. അവിടെ കുടിച്ചു കൂത്താടാം, അവിടെ ബഹളങ്ങൾ ഉണ്ടാകാം, അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകാം. അവിടെ പിന്നെ അമ്മയും മകളുമില്ല, അവിടെ പിന്നെ ബാപ്പയും സഹോദരനുമില്ല. എല്ലാവരും തുല്യരാണ്. കാരണം ഒറ്റ എണ്ണത്തിന് ബോധമില്ല. ഇങ്ങനത്തെ നൈറ്റ് ലൈഫ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇങ്ങനത്തെ നൈറ്റ് ലൈഫ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ സഹോദരങ്ങളെ? പരിഹാരം കാണേണ്ടവർ കൂടുതൽ കൂടുതൽ നൂലാമാലകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അന്തിച്ചർച്ചകൾ ഗംഭീരമാണ്. എന്തേ ഇങ്ങനെ സംഭവിച്ചത്? 2 പെൺകുട്ടികളതാ, ടീനേജുകാരികളായ പെൺകുട്ടികളാണ്. ഇന്നലെ അവർ വണ്ടി കയറി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. 2 പെൺകുട്ടികളാണ്. ഓർക്കണം, ആൺകുട്ടികളായ നമ്മുടെയൊക്കെ ആ കാലത്തേക്ക് പോലും ഒന്ന് തിരിഞ്ഞു നോക്ക്. നമുക്ക് നമ്മുടെ രാജ്യം വിട്ട് അടുത്ത ഒരു പഞ്ചായത്തിലേക്ക് ഒറ്റക്ക് പോകാൻ ധൈര്യം വന്നിരുന്നോ? ഇന്നിപ്പോൾ കേരളം വിട്ടോ
അവർ പോയി ബോംബെയിലിറങ്ങി. ബോംബെയിലിറങ്ങിയിട്ട് ഏറ്റവും ഉന്നതമായ നിലക്ക് അവർക്ക് തോന്നിയ ഒരു സലൂണിൽ അവർ കയറി. സലൂണിൽ കയറിയിട്ട് അവർ പറഞ്ഞു, മുടിയൊന്ന് ബോബ് ചെയ്യണം, മോഡലൊന്ന് മാറ്റണം, ലിപ്സ്റ്റിക്കൊക്കെ ഇടണം, മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറ്റണം, പുരികമൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യണം, ഒന്ന് മോഡലൊന്ന് കൃത്യമായി മാറ്റണം. ചോദിച്ചു, ആ സലൂൺ നടത്തിപ്പുകാരി ചോദിച്ചു, മക്കളെ നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കേരളത്തിൽ മഞ്ചേരിക്കാരാണ്. നിങ്ങൾ അങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ ഈ ബോംബെയിൽ വന്നതാണ്. എന്താ നിങ്ങൾക്കിവിടെ? ഞങ്ങളുടെ കൂട്ടുകാരിയുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് വന്നതാണ്. അയാൾ മലയാളിയാണോ? അല്ല. അയാൾ ഹിന്ദിക്കാരനാണോ? അതെ. നിങ്ങൾക്കെന്താണ് പരിചയം? കൂടെ പഠിച്ചവരാണോ? അല്ല. ഞങ്ങൾ ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആയതാണ്. ഇൻസ്റ്റയിലൂടെയുള്ള പരിചയത്തിന് വേണ്ടി ബോംബെയിലെ തെരുവീതികളിൽ പോയിട്ട് മുടി ബോബ് ചെയ്ത് പുരികം ത്രെഡ് ചെയ്ത് കല്യാണത്തിന് പോകാനെന്ന പേരിൽ സ്വന്തം പെറ്റിയ തള്ളയുടെ മനസ്സ് നോയിപ്പിച്ചിട്ട് മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിച്ച് അവരുടെ മനസ്സിൽ തീക്കോരിയിട്ടിട്ട് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് 2 പെൺകുട്ടികൾ അങ്ങ് ബോംബെയിലേക്ക് പോയി. അവരിപ്പൊ തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പരാതി എന്തെന്നല്ലേ? ഉപ്പ മുടി ബോബ് ചെയ്യാൻ സമ്മതിക്കാത്ത ഉപ്പയാണ്, പുരികം ത്രെഡ് ചെയ്യാൻ അനുവദിക്കാത്ത ഉപ്പയാണ്, ആഗ്രഹങ്ങൾക്ക് എതിരി നിൽക്കുന്നു എന്നൊക്കെയാണ് ആ മക്കൾ പറയുന്നത്. ഞാൻ അതിൻ്റെ തെറ്റ് ശരികളിലേക്കല്ല പോകുന്നത്. അമിതമായ നിലക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ പോലും അനുവദിച്ചു കൊടുക്കാത്ത മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. കുട്ടികൾ ആവശ്യപ്പെടുന്ന ഹലാലായ കാര്യങ്ങൾക്ക് പോലും അനുവാദം കൊടുക്കാതെ അവരെ സ്നേഹിക്കുന്നു എന്ന പേരിൽ അവരെ വെറുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കാണിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരും തിരുത്തണം. സ്നേഹം എന്നത് നമ്മുടെ മനസ്സിൽ വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. മക്കൾക്ക് തോന്നണം, എൻ്റെ ഉപ്പാക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന്, ഉമ്മാക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് നമ്മുടെ വീട്ടിലെ മക്കൾക്ക് തോന്നണം. അതിനനുസരിച്ച് നമ്മളത് പ്രകടിപ്പിക്കണം. പക്ഷേ അത് വടിയെടുത്ത് തല്ലിയിട്ടല്ല, ഏത് സമയവും കാരണവർ ചമഞ്ഞിട്ട് അവരെ ദേഷ്യപ്പെടുത്തിയിട്ടല്ല. ഒരു കൂട്ടുകാരൻ്റെ റോളിൽ നിങ്ങൾ അവരെ ചേർത്ത് പിടിക്ക്. നിങ്ങളുടെ മക്കൾക്ക് പുറം ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയാൻ ഒന്നാമത്തെ കോടതി നിങ്ങൾ തന്നെയാവണം, നിങ്ങളുടെ വീടാവണം. ഉപ്പയെ വിശ്വസിക്കണം, ഉമ്മയെ വിശ്വസിക്കണം. കുട്ടികൾ എന്തെങ്കിലും ഒന്ന് വന്ന് പറയുമ്പോഴേക്ക് എടുത്ത പടി അതിനോട് ചൂടായി കഴിഞ്ഞാൽ പിന്നീട് അവർ നമ്മളോട് പറയില്ല, പിന്നെ അടുത്ത ഓട്ടോക്കാരനോടാണ് പങ്കുവെക്കുക, അടുത്ത വീട്ടിലെ മറ്റേതോ ആളോടാണ് പങ്കുവെക്കുക, ബസ് കണ്ടക്ടറോടാണ് പങ്കുവെക്കുക, ഏതെങ്കിലും ലോകത്തിൻ്റെ വേറെ ഏതെങ്കിലും മൂലയിലുള്ള ആളുകളോടാണ്, ഇൻസ്റ്റയിലൂടെ ഫേസ്ബുക്കിലൂടെ വാട്സാപ്പുകളിലൂടെ അവർ സംവദിക്കുക. അങ്ങനെ അവർക്ക് തോന്നിത്തുടങ്ങും, എൻ്റെ വീട് എനിക്ക് ജയിലാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്ക് എന്നോട് വെറുപ്പാണ്, ഉപ്പാക്ക് എന്നോട് സ്നേഹമില്ല, അതുകൊണ്ട് ഇനി ഇവിടെ നിന്നുകൂടാ. എന്നോട് സ്നേഹം കാണിച്ച് ചിരിച്ച് കൊഞ്ചുന്ന, വേണമെങ്കിൽ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്തരുന്ന, വേണമെങ്കിൽ എനിക്കൊരു ചായ ഓഫർ ചെയ്തു തരുന്ന, വേണമെങ്കിൽ എനിക്കൊരു ഫ്രീ ലിഫ്റ്റ് തരുന്ന എൻ്റെ ഈ ആളാണ് എന്നെ സ്നേഹിക്കുന്നത്, എൻ്റെ ഉമ്മയല്ല, എൻ്റെ ഉപ്പയല്ല എന്ന് തോന്നിത്തുടങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും രക്ഷിതാക്കൾ കാരണക്കാരായി മാറുന്നുണ്ടെങ്കിൽ അതും തിരുത്തേണ്ടതാണ്.